കൊൽക്കത്ത ഇതുവരെ ഒരു മാച്ച് മാത്രമേ തോറ്റിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതാ രാജസ്ഥാനുമായിട്ട് അടുത്തൊരു മാച്ചും കൂടി തോറ്റിരിക്കുകയാണ്. ഈ IPL രണ്ട് തുല്യ ശക്തികളാണെന്ന് നേർക്കുനേർ വന്നത്. പക്ഷേ വിജയം രാജസ്ഥാൻ നേടിയെടുത്തു. കൊൽക്കത്തയുടെ ഓണർ പ്രതികരിച്ചിരിക്കുകയാണ്. വലിയ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. ഷാറുഖ് ഖാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതുപോലെ രാജസ്ഥാൻ കളിക്കുമെന്ന് കൊൽക്കത്ത സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. അങ്ങനെയാണ് ഇന്ന് ബട്ട്ലർ ബാറ്റ് ചെയ്തത്. സഞ്ജു മികച്ചൊരു ക്യാപ്റ്റൻസി ഇന്ന് കാഴ്ചവെച്ചു. ഇന്ന് കളി തോറ്റ ശേഷം ഷാറുഖ് ഖാൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്നത്തെ മാച്ച് ജയിക്കുമെന്നായിരുന്നു ഞങ്ങൾ കരുതിയത്. മികച്ചൊരു ടാർഗറ്റ് ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ബട്ട്ലർ എല്ലാം തുലച്ചു കളഞ്ഞു. അവനിങ്ങനെ കളിക്കുമെന്ന് ഞങ്ങൾ ആരും തന്നെ കരുതിയില്ല. ജയിച്ച മത്സരമാണ് കൈവിട്ടുപോയത്. രാജസ്ഥാൻ്റെ ക്യാപ്റ്റൻ സഞ്ജു ആണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു ഭയമുണ്ടായിരുന്നു. രാജസ്ഥാനെ തോൽപ്പിക്കാൻ ഈസിയല്ല. ഞങ്ങൾ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. രാജസ്ഥാൻ ജയിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്. ഞങ്ങളുടെ താരങ്ങൾ ഇത്ര മികച്ച രീതിയിൽ കളിച്ചിട്ടും ജയിക്കാൻ സാധിച്ചില്ല. അവർക്ക് പ്രധാനമായും പിഴച്ചത് ബൗളിങ്ങിലാണ്. അതെല്ലാം മനസ്സിലാക്കി അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് കൊൽക്കത്ത ടീം തിരിച്ചു വരുമെന്ന് ഷാറുഖ് ഖാൻ വ്യക്തമാക്കി. സാധാരണ ഷാറുഖ് ഖാൻ സന്തോഷത്തിലാണ് സ്റ്റേഡിയത്തിലിരിക്കാറ്. കൊൽക്കത്തയുടെ ബാറ്റിംഗ് കണ്ട് സ്റ്റേഡിയത്തിൽ ഷാറുഖ് ഖാൻ തുള്ളിച്ചാടുകയായിരുന്നു. എന്നാൽ ആ ചിരിക്ക് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. രാജസ്ഥാൻ ടീമിലെ ബട്ട്ലർ ഷാറുഖ് ഖാന്റെ ചിരി അവസാനിപ്പിച്ചു. ഇങ്ങനെ അവസാന ഓവറിൽ തോൽക്കുമെന്ന് കൊൽക്കത്ത ഒരിക്കലും വിചാരിച്ചു കാണില്ല. ബട്ട്ലർ ഒറ്റയ്ക്കായിരുന്നു. താരത്തിന് കൂട്ടായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ബട്ട്ലർ കളി ജയിപ്പിച്ചു. ഈ ഒരു പോരാട്ട വീര്യം സമ്മതിച്ചേ മതിയാവൂ. അതുപോലത്തെ ബാറ്റിംഗ് ആണ് ബട്ട്ലർ ഇന്ന് പുറത്തെടുത്തത്. അതുമാത്രമല്ല, സഞ്ജു ഇന്ന് മികച്ച ക്യാപ്റ്റൻസിയാണ് കാഴ്ചവെച്ചത്. കളി രാജസ്ഥാൻ ജയിക്കുന്നുണ്ടെങ്കിൽ അതിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ക്യാപ്റ്റൻ സഞ്ജുവിനാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.